സംസ്ഥാനത്ത് കാട്ടാനയാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ വെള്ളിക്കുളങ്ങര ചൈപ്പൻകുഴി സ്വദേശി സുബ്രനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് ജീവൻ പൊലിയുന്നത് ഒരു തുടർക്കഥയായി മാറുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് നാട്ടുവഴിയിലൂടെ നടന്നുപോയ സുബ്രൻ എന്ന 70-കാരനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. രാവിലെ 6 മണിയോടെ സുബ്രൻ ചായ കുടിക്കാനായി ചൈപ്പൻകുഴി ജംഗ്ഷനിലേക്ക് എത്തിയതും കാട്ടാന പാഞ്ഞെടുത്തു. പീലാർമുഴി കുടിവെള്ള ടാങ്കിന് സമീപം വെച്ച് ആക്രമിച്ചു. ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ വാഹനത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൈപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ 100 മീറ്റർ മാത്രം അകലെയാണ് ആക്രമണമുണ്ടായത്. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനയ്ക്കൊപ്പം എത്തിയ കാട്ടാനക്കൂട്ടമാണ് ആക്രമിച്ചത്. കുറേ മാസങ്ങളായിട്ട് നിരന്തരമായിട്ട് ആനയുടെ ശല്യമാണ്. ചൈപ്പൻകുഴി ജംഗ്ഷൻ പള്ളി സ്കൂൾ അവിടെ 100 മീറ്റർ അകലെയാണ്. ഇപ്പൊ രാവിലെ ഉണ്ടായിട്ടുള്ള തെക്കൂടൻ സുബരൻ എന്ന് പറയുന്ന ഒരു 75 വയസ്സുള്ള ഒരു പ്രായമുള്ള ആളെ ആന ചവിട്ടി കൊന്നു. പള്ളിയുടെ അടുത്തുനിന്ന് 100-150 മീറ്റർ, ഫോറസ്റ്റ് ഓഫീസിൽ 100 മീറ്റർ മാത്രം അകലെയുള്ള അടുത്താണ്. നിരന്തരമായിട്ട് ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷി ഇതുപോലെ ഒരാൾ മരിക്കുന്ന തരത്തിലേക്ക് വരെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും ഉത്തരവാദിത്വപ്പെട്ട തരത്തിലൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശ്രദ്ധ അവിടേക്കില്ല. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച നാട്ടുകാർ പ്രതിഷേധവുമായി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി. ഓഫീസിന്റെയും വാഹനത്തിന്റെയും ചില്ലുകൾ നാട്ടുകാർ അടിച്ചു തകർത്തു. വിഷയത്തിൽ വനം വകുപ്പ് പ്രതിരോധ നടപടികൾ എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. മനുഷ്യനും വന്യമൃഗവും തമ്മിലുള്ള സംഘർഷം കാടിന്റെ അതിർത്തികൾ മറികടന്ന് വീടിന്റെ കവാടം വരെ എത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.